ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈലെല്ലാം തന്നെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം അറിയുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും ഈ ഒരു കാര്യം പലരും ശ്രദ്ധിക്കാറില്ല, എന്നാൽ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷനൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ഈ ഒരു കാര്യമെല്ലാം ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഡിവൈസ് എല്ലാം വെച്ച് നിങ്ങളുടെ ലൊക്കേഷൻ എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം തന്നെ നമുക്കറിയാനുള്ള ഒരു അടിപൊളി സെറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പലരും ഈ ഒരു സെറ്റിംഗ് ഒന്നും അധികം ശ്രദ്ധിച്ചു കാണില്ല. അപ്പോൾ എന്താണ് ഈ ഒരു സെറ്റിംഗ് എന്നെല്ലാം നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ പോകേണ്ടത് നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സിലാണ്. സെറ്റിംഗ്സിൽ പോയതിനു ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇത്തരത്തിൽ ഈ ഗൂഗിൾ എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ജിമെയിൽ അഡ്രസ്സ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ മൾട്ടിപ്പിൾ ജിമെയിൽ അഡ്രസ്സ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ജിമെയിൽ അഡ്രസ്സാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അത് വച്ച് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഇവിടെ എൻ്റെ മെയിൻ ജിമെയിൽ അഡ്രസ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ സൈഡിൽ വന്നിരിക്കുന്ന ഓൾ സർവീസസ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു അടിപൊളി ഫീച്ചർ എല്ലാം കാണാൻ സാധിക്കുക. അൺനോൺ ട്രാക്കർ അലേർട്ട് എന്നാണ് ഈ ഒരു ഓപ്ഷൻ്റെ പേര്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ അലോ അലേർട്ട്സ് എന്നെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഡിവൈസ് ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു കാര്യം താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മാനുവൽ സ്കാൻ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സ്കാൻ നൗ എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇത് സ്കാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് എല്ലാം എനേബിൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു കാര്യമെല്ലാം ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ വരുന്ന റിസൾട്ട് എന്നെല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ ട്രാക്കേഴ്സ് ഒന്നും തന്നെ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ്. എന്നാൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ അവരുടെ മൊബൈലിലെല്ലാം നോക്കുമ്പോൾ ആരെങ്കിലും സ്പൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു ഡിവൈസ് എന്തെങ്കിലും വെച്ച് നിങ്ങളുടെ മൊബൈലെല്ലാം ആക്സസ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ ഈ ഒരു ട്രാക്കർ ഡിറ്റക്റ്റഡ് എന്നെല്ലാം കാണിക്കും. അതിനാൽ തന്നെ അത് പ്രസ് ചെയ്തതിന് ശേഷം ഡിസേബിൾ ചെയ്യാനും വേണമെങ്കിൽ ഈ ഒരു ഇഷ്യൂ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. വളരെ സീരിയസ് ആയ ഒരു കാര്യമാണിത്. പല ആളുകളും അവരുടെ മൊബൈലിൽ ചെക്ക് ചെയ്യാറില്ല. തീർച്ചയായും നിങ്ങൾ ഇത് ഇടയ്ക്കെങ്കിലും ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്